ഹലോ ഗൈസ്, എൻ്റെ ഇന്നത്തെ വീഡിയോ ചൂരമീൻ അച്ചാറിട്ടതാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതിനെ മുറിച്ചെടുക്കുവാട്ടോ ഞാൻ. എന്നിട്ട് അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കും. കാരണം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ നമുക്ക് വറുത്തെടുക്കാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ട് ഞാനിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഉപ്പും മുളക് പൊടിയും മഞ്ഞളും ഇട്ട് ഈ ചൂരമീനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ചൂരമീനിലേക്ക് അത് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1/4 മണിക്കൂറോളം മാറ്റി വെക്കുവേ. മസാല തേച്ച് വെച്ച മീൻ കഷ്ണങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വറുത്ത് കോരി മാറ്റി വെച്ചേ. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ലെണ്ണ നല്ലതുപോലെ ചൂടായി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉലുവയും കടുകും കറിവേപ്പിലയും ചേർത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലതുപോലെ ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. പിന്നെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇത് എരിവുള്ള മുളകാണേ. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇനി മുളകൊന്ന് മൂത്ത് വരണം. ഈ മുളക് കറക്റ്റ് അതിൻ്റെ മൂപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചട്ടിയിൽ നിന്ന് അത് വിട്ടുപോരും. ഇങ്ങനെ നമുക്ക് ബോൾ പോലെയൊക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇതാണ് അതിൻ്റെ കറക്റ്റ് മൂപ്പ്. ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ, കാരണം നമ്മൾ മീനൊക്കെ വറുത്ത് കോരിയതിൻ്റെ അകത്തൊക്കെ എണ്ണ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ എണ്ണ തെളിഞ്ഞ് നിന്നേനെ. ഇനി ഇത് വിനാഗിരിയാണേ. ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ച് കൊടുക്കുവാണേ. ഞാനിങ്ങനെ കേട്ടോ അച്ചാറുണ്ടാക്കുന്നത്. ഇത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തതാണേ. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇത് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ച മീൻ കഷ്ണങ്ങളാണ് നമ്മൾ ആ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.